ട്രെയിനിങ് കഴിഞ്ഞ് 2 മാസം ട്രെയിനിങ് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ടും എവിടെയും സെറ്റാവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് അറിഞ്ഞത്. ഞങ്ങളെപ്പോലെ ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതെ. പഞ്ചായത്ത് തൊഴിൽമേള എല്ലാ വർഷവും നടത്തലാണ് ഉള്ളതാണ്. ഈ വർഷം വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിൽമേള നമ്മൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളും നമ്മൾ പ്രൊജക്റ്റുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിൽമേള നമ്മൾ എല്ലാ വർഷവും തുടക്കത്തിൽ പഞ്ചായത്ത് കയറിയ അവസരത്തിൽ തന്നെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ആദ്യം നമ്മൾ മുന്നോട്ട് വന്നത്. അതിന് തൊഴിൽ സംരംഭത്തെ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പ്രോഗ്രാം തന്നെ നമുക്ക് മിനിസ്റ്റർ പങ്കെടുപ്പിച്ച ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഏകദേശം 200 പുറത്തെ ആളുകൾ വന്നു. അതിൽ ഏകദേശം 100 അടുത്തോളം ആളുകൾക്ക് വന്ന് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു. ഏകദേശം 200ഓളം പേര് ഈ തൊഴിൽമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഈ 5 വർഷം ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പല ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തൊഴിൽമേള ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ. വരുന്ന ഭരണസമിതികൾ തുടർന്നും ഇത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ കേരള സർക്കാരിൻ്റെ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലങ്കോട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSും കൂടി സംഘടിപ്പിച്ച തൊഴിൽമേളയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലെ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 13 കമ്പനികൾ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ വിജ്ഞാന കേരളം ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നത്. കറൻ്റ്ലി നമുക്ക് വാക്കൻസീസ് ഉള്ളത് സെയിൽസിലേക്കും ഡ്രൈവേഴ്സ്, CRE പോസ്റ്റ്, കസ്റ്റമർ അഡ്വൈസർ പോസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും അതേപോലെ തൊഴിലന്വേഷിക്കുന്നവർക്കുള്ളൊരു കൃത്യമായൊരു രൂപരേഖ കൊടുക്കാനും. നമ്മൾ അസബ കോളേജിലെ NSS വളണ്ടിയേഴ്സാണ്. അപ്പോൾ നമ്മളവർ ക്ഷണിച്ചിട്ട് ഈ ജോബ് ഫെയർക്ക് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ആലങ്കോട് പഞ്ചായത്തിലുള്ള ഈ ജോലിയൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു മെയിൻ ഓപ്ഷനാണ് ഇവിടെ. നല്ലൊരു പരിപാടിയാണ്. എല്ലാവർക്കും ഇൻ്റർവ്യൂ നടത്തേണ്ട ഇവിടെ. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും എല്ലാതും ഇവിടെ എടുക്കുന്നുണ്ട്. ഇവർ ഇപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് 2 മാസം ട്രെയിനിങ് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ടും എവിടെയും സെറ്റാവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് അറിഞ്ഞത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കി കിട്ടി. അത്ര ഒരു 4-5 കമ്പനീസ്, HDFC, പിന്നെ അങ്ങനെ കുറച്ച് മറ്റേ സത്യം ആയുർവേദിക്, പിന്നെ വേറെ അസബാൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടട്ടെ. വന്ന എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ അത്ര സന്തോഷം. കാരണം നമുക്കറിയാം ജോബ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ കാര്യങ്ങൾക്ക്. സ്വന്തമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് സന്തോഷമല്ലേ.